ഒരു സെക്കൻഡ് പി വി അൻവർ എം എൽ എ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. നിലമ്പൂർ എന്നുള്ള നിയമസഭാംഗമാണ് അദ്ദേഹം. ചാലിയാർ പുഴയിലേക്ക് മൃതശരീരങ്ങൾ ഒഴുകി നടക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ ചില പ്രേക്ഷകർ നമ്മളെ അറിയിച്ചിരുന്നു. മാത്രമല്ല നിലമ്പൂരിലെ സാഹചര്യവും അല്പം അപകടകരമാണ് എന്നുകൂടി അറിയുന്നു. നമസ്കാരം. അങ്ങേ ഈ സമയത്ത് വിളിക്കാൻ പറ്റിയതിൽ നമുക്ക് വിളിക്കേണ്ടി വന്നതിൽ വിഷമമുണ്ട്. എന്താണിപ്പോൾ നിലമ്പൂരിലെയും ചാലിയാറിലെയും വിവരങ്ങൾ അങ്ങയുടെ അറിവിൽ? നിലമ്പൂരിലെയും ചാലിയാറിലെയും വിവരങ്ങൾ ഇപ്പോ മഴ ഒരു അണ്ടർ കൺട്രോളിലാണ് നിൽക്കുന്നത്. പക്ഷെ നിലമ്പൂരിനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് നിലമ്പൂരിന്റെ കിഴക്ക് ഭാഗം നീലഗിരിയും വടക്ക് കിഴക്ക് ഭാഗം നമ്മുടെ ഈ പറയുന്ന വയനാടുമാണ്. ഇപ്പോ ഈ ദുരന്തമുണ്ടായ പ്രദേശത്തിന്റെ നേരെ താഴ്ഭാഗത്ത് നിന്നാണ് ഈ ചാലിയാർപ്പുഴ പുറപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ദുരന്തത്തിൽപ്പെട്ട ഒരുപാട് വസ്തുക്കൾ, മരങ്ങൾ, അതോടൊപ്പം തന്നെ മനുഷ്യ ശരീരങ്ങൾ എല്ലാം നിലമ്പൂരിലേക്കാണ് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രയാസമുണ്ട്. ഒരുപാട് വീടുകളിൽ വെള്ളം കയറിയിരുന്നു. ഇപ്പൊ വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അങ്ങ് പറയുന്ന മഴ കുറച്ച് മാറി നിൽക്കുന്നു എന്നാണോ അവിടെ? ഇപ്പൊ ലേശം കുറവിലാണ്. ചെറുതായിട്ട് ഒരു 5-10 മിനിറ്റ് സൂര്യനെ കണ്ടു കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് ശേഷം. എപ്പോഴാണ് അങ്ങ് ഈ വിവരം അറിഞ്ഞത് ഈ വയനാട് ഉരുൾപൊട്ടി എന്നുള്ളത്? ഞങ്ങൾ രാത്രി ഒരു 3:30 മണിക്കാണ് ഇവിടുന്ന് വെള്ളം ഭയങ്കരമായി വർദ്ധിക്കുന്നു എന്ന് വിളിച്ചു പറയുന്നത് ഈ പോത്തുകൽ ഭാഗത്ത്. കാരണം പൊതുവിൽ വർദ്ധിക്കുക എപ്പോഴും ഈ പറയുന്നത് പോലെ തന്നെ അവിടെ കുത്തുമലയിലും വയനാടിന്റെ ഈ താഴ്ഭാഗങ്ങളിലും ഉണ്ടാകുന്ന മലവെള്ളപ്പാച്ചിലാണ് ഇവിടെ വെള്ളം വർദ്ധിക്കുക. അപ്പോൾ 3:30 മണിക്ക് തന്നെ നമുക്ക് ഇവിടെ ഈ വെള്ളം വർദ്ധിച്ചു തുടങ്ങിയപ്പോൾ വെള്ളത്തിന്റെ കളറ്, സ്വഭാവമൊക്കെ മാറും. ഈ ഉരുൾപൊട്ടലുണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് അനുഭവങ്ങളായല്ലോ. പിന്നെ രാവിലെ നേരത്തെയാണ് ഞങ്ങൾ 6 മണിയോട് കൂടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. 7 മണിക്ക് തന്നെ ആദ്യത്തെ ഒരു ബോഡി നമുക്ക് കിട്ടി. ഇപ്പൊ 9 ബോഡി പൂർണ്ണമായിട്ടും ഉള്ള 9 ബോഡി, ഒരു 2 കാലുകള് മനുഷ്യന്റെ, അതുപോലെ തന്നെ മനുഷ്യന്റെ തലയും കാലും ഇല്ലാത്ത വയറ്, നെഞ്ച് മാത്രമുള്ള ഒരു ഭാഗം. ഇതാണിപ്പം ഇവിടെ നമുക്ക് റിക്കവർ ചെയ്തിട്ടുള്ളത്. ഇനി ആളുകൾ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ ഈ മൊണ്ടേരിയിൽ നിന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് ബോഡികൾ ഇൻക്വസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക, വണ്ടി കയറിയാണ്. ഓക്കെ. താങ്കളുമായി നമ്മൾ ബന്ധപ്പെട്ടോളാം. എന്തായാലും താങ്കൾ വളരെ തിരക്ക് പിടിച്ച ഒരു പരിപാടിയിൽ നിൽക്കല്ലേ. താങ്കൾ തുടരൂ. കാര്യം അവിടെ പ്രത്യേകിച്ച് കഴിയുന്ന എല്ലാ രക്ഷാ സഹായങ്ങളും താങ്കൾക്ക് ചെയ്യാൻ കഴിയട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മുടെ ആളുകൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു സ്ഥലമായി ഇപ്പോൾ വയനാട്ടിലെ മുണ്ടകൈയും അതിലെ ചൂരമലയും അട്ടമലയും ഒക്കെ മാറിക്കഴിഞ്ഞു.